ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് കൊമ്പൻ ജില്ലയെ ഫെർമോൺ ഗണി വെച്ച് നശിപ്പിക്കുക എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ഫെർമോൺ ഗണി, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഈ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മറ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊമ്പൻ ജില്ലി എത്ര വിനാശകരമായ കീടമാണെന്നും അതെങ്ങനെയൊക്കെയാണ് നമ്മൾ തെങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഫെർമോൺ ഗണിയെന്നും അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം കൊമ്പൻ ജില്ലി ഇതിൻ്റെ അഡൽട്ടാണ് പൊതുവേ അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലത്തുള്ള ഒരു ബക്കറ്റ് ട്രാപ്പ് വെച്ചിട്ട് ഫെർമോൺ ഗണി ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ എളുപ്പം. ഇപ്പോൾ നമ്മൾ പൊതുവേ ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടുവരുവാണെങ്കിൽ നമ്മൾ തെങ്ങിൻ്റെ ഓല കത്രി കൊണ്ട് മുറിച്ച പോലെയോ അല്ലെങ്കിൽ വരുന്ന ഓലകൾ ആരോഗ്യമില്ലാത്ത രീതിയിൽ ഉണങ്ങി ചുരുണ്ട് വരുന്ന രീതിയിലൊക്കെ വരികയും ഈ ചവച്ച് തുപ്പിയ പോലത്തെ അംശങ്ങൾ ഈ തെങ്ങിൻ്റെ കവിളുകൾക്കിടയിൽ നിന്നൊക്കെ ചാടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിൽ കൊമ്പൻ ജില്ലി ഉണ്ടെന്നും ആ കൊമ്പൻ ജില്ലി ആക്രമകാരിയാണെന്നും അത് നമ്മൾ തെങ്ങിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് ഈ കൊമ്പൻ ജില്ലി ആകർഷിച്ച് നശിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഫെർമോൺ ഗണി ഇത്ര പോപ്പുലറായി വരുന്നത്. ഇപ്പോൾ കൊമ്പൻ ജില്ലി ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ലൈറ്റിനൊക്കെ വന്ന് ഇടിച്ച് വീഴുന്ന ഒരു പൊതുവെയുള്ള കീടമാണ്. പക്ഷേങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെയുള്ള തെങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ദശ ഈ അഡൽട്ട് സ്റ്റേജ് മാത്രമാണ് ഇത് നമ്മളെ ആക്രമിക്കുന്നതും ഇതിൻ്റെ ലാർവയും പ്യൂപ്പയും ഒന്നും നമുക്ക് ദോഷകരമായ രീതിയിൽ വരുന്നില്ല എന്നുള്ളതും. എന്നിരുന്നാലും നമ്മളിതിൻ്റെ ഒരു കൺട്രോൾ മെഷർ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചാണകപ്പുഴുവാണ് ഇതിൻ്റെ ലാർവ. ഇനി ഞാൻ മറ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ചാണകപ്പുഴു ഈ മുട്ടയിടുന്നത് ഈ കൊമ്പൻ ജില്ലി വന്ന് മുട്ടയിടുന്ന ചാണകത്തിലും ഈ വിരിഞ്ഞ് വരുന്ന പുഴുവാണ് ഈ ചാണകപ്പുഴു എന്ന് പറയുന്നത്. ഇത് ചാണകവും മറ്റൊക്കെ തിന്ന് ഭക്ഷിച്ചിട്ടാണ് ഇത് വലുതാവുന്നതും. ഇത് അടുത്ത സ്റ്റേജിൽ ഇത് പ്യൂപ്പൽ സ്റ്റേജിൽ ഉണ്ടാവുകയും. അപ്പോൾ നമ്മൾ ഈ ചാണകപ്പുഴുവിനെ ചാണകത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് നമ്മൾ കീടനാശിനിയും ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണാൻ പോകുന്ന പെരികിലം എന്ന് പറഞ്ഞ ഈ ക്ലിയോഡെൻഡ്രോൺ എന്ന് പറഞ്ഞ ചെടിയുടെ ഇല നമ്മൾ പൊതയിട്ട് കൊടുത്താൽ ഇത് കുറച്ച് ഇൻസെക്ട്സൈഡ് പ്രോപ്പർട്ടി ഉള്ള ചെടിയാണ്. അത് വെച്ച് നമുക്ക് ഇതിനെ ചാണകത്തിൽ വെച്ച് ഇതിനെ നശിപ്പിക്കാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മൾ ഈ ടെക്നിക്സ് അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ ഇതിനെ കൊറ്റിയും കാക്കയൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു. ഇപ്പോൾ എൻ്റെ പോപ്പുലേഷൻ കുറഞ്ഞ സ്ഥിതിക്ക് ഇത് ക്രമാതീതമായി ചാണകപ്പുഴൊക്കെ പെരുകി തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ലൈവ് സ്റ്റേജാണ്. ഇത് മുട്ട എത്ര കാലം ഒരു 8 മുതൽ 12 ദിവസം കൊണ്ട് മുട്ട വിരിയും. ഈ ലാർവൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 120 ദിവസം വരെയാണ് ലാർവൽ സ്റ്റേജ്. ഈ പ്യൂപ്പൽ ദശ ഏകദേശം ഒരു മാസമാണ്. പിന്നെ അഡൽട്ട് ഈ ഒരു 3 മുതൽ 4 മാസം വരെ നമുക്ക് ഈ അഡൽട്ട് സ്റ്റേജ് പൊതുവെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ 4 മാസത്തിൽ അത്യാവശ്യം ഡാമേജ് നമ്മൾ തെങ്ങിന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഫെർമോൺ കണി വെക്കേണ്ടത് പൊതുവെ 5 അടി ഒരു മനുഷ്യൻ്റെ ഏകദേശം 5 അടി ഹൈറ്റിലാണ് നമ്മൾ തെങ്ങിൻ്റെ പൊതുവേ ഞാൻ പറയാറുണ്ട് തെങ്ങിൻ തോപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. തെങ്ങിൻ തോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ 10 ചില്ലിയെ നമ്മൾ ആകർഷിക്കുകയാണെങ്കിൽ 10 ചില്ലി ആകർഷിച്ച് വന്നാൽ അതിൽ 8 എണ്ണം ട്രാപ്പിൽ വീണ് പോയും 2 എണ്ണം രക്ഷപ്പെടുവാണെങ്കിൽ അത് വീണ്ടും നമ്മൾ തെങ്ങിലേക്ക് ആക്രമിക്കും. പറ്റുവാണെങ്കിൽ തെങ്ങിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ ഇതിന് അങ്ങോട്ടേക്ക് തെങ്ങിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങൾ തെങ്ങിൻ തോപ്പിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങൾ വെച്ച് ആകർഷിച്ച് നശിപ്പിക്കാം. അപ്പം ഈ കാണുന്ന പോലെ കയറോ മറ്റോ കെട്ടിക്കൊണ്ട് നമ്മൾ ഈ ബക്കറ്റ് ട്രാപ്പ് നമ്മൾ വെക്കുകയും ആ ബക്കറ്റ് ട്രാപ്പിൻ്റെ അകത്ത് നമ്മൾ എണ്ണയോ മറ്റ് സാധനങ്ങളൊക്കെ ഒഴിച്ച് വെക്കുക. ഫെർമോണിലെ ബക്കറ്റ് ട്രാപ്പ് ആയിരിക്കണം, എന്തായാലും ആകർഷിക്കപ്പെടുള്ളൂ. അപ്പോൾ ഈ ഫെർമോണിൻ്റെ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇത് റൈനോ ലൂർ എന്ന് പറഞ്ഞ ഫെർമോണാണ്. ഇതൊരു ഒരു അഗ്രിഗേഷൻ ഫെർമോണാണ്. അതായത് ആണ് പെണ്ണ് ഭേദമന്യേ അത് ആകർഷിക്കുകയും ആ ചെല്ലിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിൽ കാണുന്ന ലിഡിൻ്റെ മുകളിലാണ് ഇത് കൊളുത്തി വെക്കേണ്ടത്. ഫെർമോൺ ഈ ലൂറ് നമ്മൾ കൊളുത്തി വെക്കുകയും അത് നമ്മൾ ഈ ബക്കറ്റിൻ്റെ ലിഡ് എന്ന് പറഞ്ഞാൽ ക്യാപ്പ് അതിൻ്റെ മുകളിൽ നമ്മൾ മൂടിയുടെ മുകളിൽ അത് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടച്ചു വെക്കുകയും ചെയ്താൽ നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ നമ്മൾ ഓയിലോ മറ്റോ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെല്ലി വന്ന് ആകർഷിച്ച് ഈ ഓയിലിനകത്ത് എണ്ണയിൽ വന്ന് വീണ് നശിച്ചു പോവുകയും ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 മില്ലി അക്കാലിക്സ് കീടനാശിനി വെച്ച് മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ നാട്ടിൽ കിട്ടുന്ന എന്ത് കീടനാശിനി മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്കിത് നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ലെവലിൽ വേണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ചെല്ലി കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് അത് പെട്ടെന്ന് തന്നെ അത് വരികയും ഇതിങ്ങനെ ട്രാപ്പിൽ വീണ് പോകുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ചെല്ലി നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുക, ഈ ഫെർമോൺ കെണി നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിക്കുക എന്നുള്ളത് വെച്ചാൽ നമ്മൾ പൊതുവേ നമ്മൾ ഈ ലൂറ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഈ ബക്കറ്റൊക്കെ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഓൺലൈൻ സൈറ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ടും ഒക്കെ നമുക്ക് ഈ ലൂറ് കിട്ടും. ഇത് കമ്പനിയുടെ ഒന്ന് നോക്കണമെന്നില്ല, നല്ല ക്വാളിറ്റി ഉള്ള ലൂറ് നമ്മൾ പ്രത്യേകം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാലും ഇപ്പം ലൂറ് മാത്രം നമ്മൾ ഓൺലൈൻ ചെയ്ത് ഈ സെറ്റ് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് റേറ്റ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ സെറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക്
ഒരു മൂടിയുള്ള ഒരു ബക്കറ്റ്, നമ്മളിപ്പോൾ പിക്ചർ കാണുന്ന പോലെ മൂടിയുള്ള ബക്കറ്റ് എടുക്കുകയും അതിൻ്റെ ചുവട്ടിൽ മൊത്തം ഒരു കയറ്, ഒരു ചണത്തിൻ്റെ ഒരു കയറ് കെട്ടി വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു ഫുൾ സെറ്റ്, ബുദ്ധിമുട്ടുള്ള ഫുൾ സെറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. എന്തായാലും ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ആകർഷിച്ച് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അപ്പം ആ രീതിയിൽ നമുക്ക് ചെല്ലിയെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. അപ്പം ഒരിക്കൽ കൂടി നമ്മുടെ നാട്ടിൽ ഇത് ട്രൈ ചെയ്യണം. ഫെറമോൺ ട്രാപ്പ് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ പെട്ടെന്ന് നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. താങ്ക് യു.